ഹലോ നമസ്കാരം, ഷിയാബാണ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്, കാലത്ത് 6 മണി. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കളിക്കാൻ പോവാണ്. അത് ബീച്ചിലാണ്, വെളിയങ്കോട് ബീച്ചിൽ കളിക്കാൻ പോവാണ്. എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വൈബാണ്. അപ്പോൾ അവിടുത്തെ കളി കാണാം, അവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും കാലത്ത് നേരത്തെ എണീക്കണത്. കുറച്ച് മുന്നേ ഞങ്ങൾ നോമ്പിന് മുന്നേ ഞങ്ങൾ ബീച്ചിൽ ഫുട്ബോൾ കളിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ വീണ്ടും കളി സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ബ്രോ ദ ബാക്കിൽ വരണേ. ഹായ് ബ്രോ. ഞങ്ങൾ വണ്ടി വെച്ച് കൊടുത്തുനിന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് പുഴയിൽ കൂടെ. അത് നടന്നാൽ തന്നെ അത്യാവശ്യം അവിടെ എത്തുമ്പോഴത്തേനും വാമാവും. ഇതാണ് നമ്മൾ കളിക്കുന്ന സ്ഥലം. കണ്ട, ബാക്ക് സൈഡിൽ അത്യാവശ്യം കാറ്റാടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വലുതായിട്ടുണ്ട് കാറ്റാടി. ഇത്രയും വളരെ മനോഹരമായൊരു സ്ഥലത്താണ് നമ്മൾ കളിക്കുന്നത്. ഇന്ന് ഏകദേശം നല്ല പണിയായിരിക്കും എന്ന് സംശയമുണ്ട് കേട്ടോ. കാരണം അവിടേക്ക് നോക്കുമ്പോൾ ആകെ 6 പേര്, 1 2 3 7 പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പോണവർക്ക് 8 9. അപ്പോൾ ഞാനൊക്കെ കുറച്ച് ഓടുമ്പോഴത്തേന് ഏകദേശം കിതച്ചൊരു വഴിക്കാവും. ഇപ്പം ഇറങ്ങാൻ ആളില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിന് ആൾ വരും എന്ന് വിചാരിക്കാം. വാമപ്പിനൊന്നും സമയമില്ല. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കുറച്ച് ഓടട്ടെ. കളി തുടങ്ങിയാ? ഇന്ന് നാണിക്ക് കളി തുടങ്ങിയാ? അവിടെ നമ്മുടെ താഹിറിന്റെ അടിക്കാൻ മുട്ടാ. കളിക്കാ? നമ്മളെ ടീമല്ലേ? നമ്മളെ ക്യാപ്റ്റൻ പോണ്. വ്ളോഗാണ് കേട്ടോ, നമ്മളെ 6 മണി വ്ളോഗാണിത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ പൊരിഞ്ഞ കളി തുടങ്ങി. അറിയാലോ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പുഴയിലാണ്. പതുക്കെ കളിക്കാൻ പറ്റുള്ളൂ. കുറച്ച് ഓടുമ്പോഴേക്കും ഭയങ്കര ടയർഡാവും. സത്യം പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ മാറി ഇറങ്ങാനൊക്കെ വേണം. ചില ഇവിടെ ആളുണ്ട്. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് കിട്ടിയ ബോളൊന്ന് ഗോളാക്കാൻ പറ്റി. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഈ ഒരു പ്രായത്തിലും നേരത്തെ എണീറ്റ് പിള്ളേരൊക്കെ വിളിച്ച് കളിക്കാൻ കാണിക്കുന്ന ഒരു ഉത്സാഹം ഉസ്മാൻ ഖാൻ തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ടതാണ്. നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ വ്യായാമമൊന്നും ചെയ്യാണ്ട് മടിയാവുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു സമയത്ത് പുലർച്ചെ വന്ന് ഇങ്ങനെ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. സത്യം പറയല്ലോ, എനിക്കൊന്നും തീരെ കളിക്കാൻ പറ്റണില്ല. കാരണം പെട്ടെന്ന് ടയർഡാവണം, പുഴിയല്ലേ. അപ്പം എന്തായാലും പിള്ളേർ അവർ ആ ഒരു പ്രായത്തിൻ്റെ രീതിയിൽ കളിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കളി കളിക്കുമ്പോൾ 2-3 ദിവസം കളിച്ചാൽ തന്നെ നമ്മുടെ ബോഡിയിലെ ഫാറ്റൊക്കെ പോകും. ഇവിടെ കളി കഴിഞ്ഞിട്ട് പിള്ളേർ രക്ഷയില്ല കേട്ടോ. പക്ഷെ അവിടെ കിതച്ചൊരു വഴിക്കാം ഞങ്ങൾ. നാളെ വരണം കേട്ടോ. എന്നോട് ഞാൻ തന്നെ നാളെ വരണേ. ഉസ്മാൻകാർത്ത് ടീം തോറ്റിരിക്കുക. യൂട്യൂബറിന് വേണ്ടി സമ്മതില്ല. മറ്റേ ഗെയിമിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് 6-5. ഇനി അടുത്ത കടലിലെ കുളിയാണ്. താഹിർ റഫീഖ നേരം വൈകിട്ട് വന്നിരുന്നത്. നേരം വൈകിയത് എന്താണ്? കാലത്ത് കിടന്നുറങ്ങാണ്ട് സുബൈക്ക് എണീച്ചിട്ട് കളിക്കാൻ വരിക അല്ലേ? ഇവിടെ കളി കഴിഞ്ഞ് വൈറ്റമിൻ D3 ഇവിടെ എല്ലാം ഉണ്ട്. അതപ്പോ ഞാൻ വൈറ്റമിൻ D3 സപ്ലിമെന്റ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ലേ വെയിലുണ്ട് കഴിഞ്ഞാല്.
അപ്പൊ എല്ലാവരും കാലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ കളിക്കുക, നല്ല കാറ്റൊക്കെ കൊണ്ട് കളിച്ചതിന് ശേഷം കടലിലൊരു കുളി ഇല്ല ഇനിയിപ്പോ ഇന്ന് കുളിയുണ്ട്, കടലിലൊരു കുളി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ ചായക്കടയിൽ ആദ്യം പോണം. എന്താ വേണ്ടി കുളി കഴിഞ്ഞിട്ട് നനഞ്ഞിട്ട് ചായക്കട പോയിട്ടാ. ഇതവിടെ വഞ്ചി പോണണ്ടില്ലേ, വാ വേണ്ടാ ഇവിടെ കളിക്കാൻ വന്നുള്ളൊരു ഗുണാണിത് കണ്ടില്ലേ. കടല് കാണാ, കടലിൽ വഞ്ചി പോകണ്ടില്ല. ഒരു ദിവസം ഇവിടെ വഞ്ചി വന്ന് നിന്നിട്ട് ആദ്യത്തെ ആളുകളൊക്കെ ഇവിടെ ഇറങ്ങി കളിക്കാൻ വന്നു. ഭയങ്കര രസമായിരുന്നു. നമുക്ക് വിളിക്കാം. ഫോട്ടോ എടുത്താൽ പെട്ടെന്ന് നല്ലൊരു ഈ വെള്ളം വരുമ്പോ ഒരു ഫോട്ടോ. ആ ആ കിട്ടി 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 കിട്ടി. ഇപ്പം ഞങ്ങളെ കളിയും കഴിഞ്ഞ് കടലിലെ കുളിയും കഴിഞ്ഞ് ഞങ്ങളിതാ പോവാണ്. ഇനി പോണ വഴിക്ക് ഒരു ചായയും കുടിച്ച് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യും. നമ്മൾ ഈ ഒരു കളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല അടിപൊളി കാലത്തെ പുലർച്ചെ വെയിലും കൊണ്ടിട്ട് നല്ല കാറ്റും കൊണ്ട് കളിയും കഴിഞ്ഞ് കടലിലെ കുളിയും കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിലുള്ള വ്രണങ്ങളും താരനൊക്കെ പോയി കടലിൽ കുളിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ അത് അടിപൊളി ഒരു മരുന്നും ചേർക്കാത്ത വൈറ്റമിൻസ് ഉള്ള ഇളനീരിടാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. മമ്മാലിക്കാട് തെങ്ങുമ്മക്ക് പോവാൻ നമുക്ക്. അപ്പൊ ഞങ്ങൾ മമ്മാലിക്കാട് തെങ്ങുമെന്ന് ഞങ്ങൾ ഇളനീരിടാൻ പോവാണ്. കാരണം കളി കഴിഞ്ഞിട്ട് വൈറ്റമിൻസ് കുട്ടികളാകെ തളർന്നിരിക്കണം. ഇത് തായറിനൊക്കെ മുഖമൊക്കെ ആകെ ഉസ്മാനക്കൊക്കെ ആകെ ക്ഷീണിച്ചിരിക്കണം. അപ്പൊ ഇളനീര് മക്കളൊക്കെ അത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ വൈറ്റമിൻ ABC മൊത്തം അടങ്ങിയിട്ടാണ്. ഇത്രയും ഒരു വൈബ് എങ്ങനെ കിട്ടുക കാലത്ത് വന്ന് കളിക്കും മനുഷ്യന്മാരെ. നിങ്ങൾ ഈ കിടന്നുറങ്ങാണ്ട് വന്ന് കളിക്കാൻ നോക്ക്. ചെക്കന്മാര് കണ്ടില്ലേ. റഫീഖ ഇളനീര് കുടിച്ചിട്ട് തലക്ക് വീണ മാറിക്ക്. കോച്ചേ ഹായ്. എല്ലാത്തിന്റെ ശുഷ്കാന്തി കണ്ടില്ലേ. ഹായ്. കളിച്ചപ്പോ മുഖത്തൊക്കെ ഒരു ചോന്ന കളർ അല്ലേ. കളിച്ചപ്പോ മുഖത്തൊക്കെ ചോന്ന കളർ. യാ അനസേടാ എൻസോ അൻഫാസേ ഇത് വെള്ളം കുടിച്ചോ. ഫുഡ് കൊടുക്കണം കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയി ബിരിയാണി അടിച്ചിട്ടത്. ഒരാളൊക്കെ ഇങ്ങനെ ഒക്കത്ത് കുട്ടികളെ കൊണ്ട് നടക്കണ പോലെ. നല്ല പണിയാട്ടാ. നമുക്ക് ഇനി വരുമ്പോ ഒരു കത്തിയും കൊണ്ടുവരണേ. ഇത് എളുപ്പല്ല മോനെ. അന്റെ പേരെന്തായിരുന്നു? മറുവാനെ. മറുവാൻ രക്ഷയില്ലട കളി. മാറിക്കള തലക്ക്. അടിപൊളി. അപ്പൊ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ എല്ലാരും ഒന്ന് കാണിച്ചേ. ഞങ്ങളിന്ന് കളിയുടെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ കളി അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടില്ലേ. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ കളിക്കുന്നതിലെ. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുഖത്ത് പൊടി തുറക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മുന്നോട്ട് പോവാം. ബൈ.